നമസ്കാരം സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ പ്രവാസികൾക്കൊക്കെ പരിചിതമായ ഒരു ഭക്ഷ്യവിഭവം, മലയാളികൾക്കും ഇപ്പോൾ അടുത്ത കാലത്തായി പരിചിതമായിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ പേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യവിഭവമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചേലക്കരയിൽ മേപ്പാടത്തിനടുത്ത് സബീസ് കുബൂസ് ഉണ്ട്, സബീസ് കേക്കുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ കേക്കിലൊക്കെ ആയിരുന്നു ആദ്യമേ മികവ് തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുബൂസിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുബൂസ് എങ്ങനെ ഹോം മെയ്ഡായിട്ട് കുബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിലെങ്ങനെയാണ് സബിത വിജയം വരിച്ചത് എന്നുള്ള ഒരു വിജയഗാഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ എല്ലാ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മൾ എന്താണ് ഈ കുബൂസിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? കുബൂസ് ഇപ്പോൾ അൽഫാമും കുബൂസും അല്ലേ മെയിനായിട്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് തിരിഞ്ഞു. കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടാതെ പിന്നെ എന്തെങ്കിലും ഒന്നും കൂടി ആവാന്നുള്ളതിലാണ് പിന്നെ കുബൂസ്. പിന്നെ ദുബായിലേക്കും കുബൂസാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ദിവസവും അത് തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് വീട്ടിലുണ്ടാക്കും. വീട്ടുകാർക്ക് നല്ല ഇഷ്ടമാണ്, പറയാറുണ്ട്. അവർ നല്ല അഭിപ്രായം എല്ലാവരും പറയാറ്. കടയത്തെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അതിലേക്ക് തിരിഞ്ഞു. ഒരുപാട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. ഓർഡർ അനുസരിച്ചിട്ട് തന്നെ തലേ ദിവസം എല്ലാവരും ഓർഡർ തരും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 14 കട ഉണ്ട് ഇപ്പോൾ. നമ്മൾ രാവിലെ 7 മണിക്ക് നിൽക്കും. ഒരു 2 മണിക്ക് കഴിയും. 2-3 മണിയോടെ കഴിയും. അങ്ങനെ ഇല്ല, ഒക്കെ 7 മണിക്ക്. ഞങ്ങൾ 6 മണിക്ക് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. മാവ് കുഴച്ച് വെക്കും. പിന്നെ 2 താത്താരുണ്ട്, അവർ പരത്തി തരും. പിന്നെ മക്കൾ കൂടും, എല്ലാവരും കൂടിയിട്ട് തന്നെ ചെയ്യാം. അല്ല, നമ്മൾ മൈദ വാങ്ങും. ചാക്ക് കണക്കിന് 4 ചാക്ക് 5 ചാക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ വാങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുബൂസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുബൂസ് എങ്ങനെയാണ് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്തുമല്ലേ? തീർച്ചയായും. നമ്മൾ ആദ്യം മൈദ 1 കിലോ മൈദ ആ അളവിലെടുക്കുക. 1 കിലോ മൈദയ്ക്ക് ഒരു 20 ഗ്രാം ഈസ്റ്റ്, പിന്നെ ഉപ്പ്, പഞ്ചസാര. പഞ്ചസാര ഒരു 150 ഗ്രാം പഞ്ചസാര എടുക്കും. ഉപ്പ് ഒരു 15 to 20 ഗ്രാം ഉപ്പ് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ നെയ്യുണ്ട്, അത് 50 ഗ്രാം നെയ്യ് വെച്ചിട്ട് എടുക്കും. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഒരു 15-20 മിനിറ്റ് നല്ലോണം കുഴയ്ക്കും. 1 കിലോയ്ക്ക് 700 മില്ലി വെള്ളം, അങ്ങനെ ആ കണക്കിലെടുക്കുക. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ മാവ് തൊട്ട് നോക്കിയിട്ട് കൂടുതൽ ഒഴിക്കും, അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ. പിന്നെ ഇത് കുഴച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഉരുള 50 ഗ്രാം വെച്ചിട്ട് ഉരുട്ടിയിട്ട് അപ്പം തന്നെ പരത്തിയിട്ട് പിന്നെ എടുത്ത് ഇങ്ങനെ കുറച്ച് ഒന്ന് പൊന്താൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒപ്പം ഓവനിലിട്ട് എടുക്കുക ചെയ്യാറ്. നല്ലൊരു ശ്രദ്ധ വേണമല്ലോ, ശരിക്കും ഡ്രൈ ആവാൻ പാടില്ല, എപ്പോഴും വെറ്റായിട്ട് നിൽക്കണം. ഞങ്ങൾ ഒപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഇവിടെ വന്ന ആരെങ്കിലും പറയും ഇവിടെ ഇത്രയും പണികൾ നടക്കുന്ന സ്ഥലമാണെന്ന് അറിയില്ല പറയും. ദിവസവും രാവിലെയും വൈകിട്ടും നല്ലോണം ക്ലീൻ ചെയ്യും. അതേപോലെ മൈദ ആണെങ്കിലും ശരി, ഒക്കെയും ബ്രാൻഡഡ് മൈദയും എല്ലാം നോക്കിയൊക്കെയും നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങുന്നത് തന്നെ നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അത് മാക്സിമം നോക്കാറുണ്ട്, നല്ല കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് നമ്മുടെ കുബൂസ്. രുചി പറഞ്ഞാൽ നമ്മൾ വേനൽക്കാലം ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് അധികം വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് എടുക്കും. മഴക്കാലം ആകുമ്പോൾ കുറച്ച് നേരം വെക്കും. അങ്ങനെ പിന്നെ പുളി പറഞ്ഞാൽ കുറേ നേരം വെക്കുമ്പോഴാണ് അത് പുളിക്കുന്നത്. ഒപ്പം നമ്മളെല്ലാവരും ഞങ്ങളൊരു 5-8 പേര് ദിവസവും ഒരു ഉച്ച വരെ ഇവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നന്നാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം തന്നെ എല്ലാവർക്കും. ഇത് 3 ദിവസം വരെയൊക്കെ നിൽക്കും. പക്ഷെ കടക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നന്ന് ആവശ്യത്തിനുള്ളത് ഓർഡർ ചെയ്താൽ മതി എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം ഞാൻ ഒരു 11 മണിക്ക് എല്ലാവർക്കും വിളിക്കും. ഒരു 14 കട ഉണ്ട്. തൃശ്ശൂർ അത്താണി സെലക്ട് വരെ ഉണ്ട്. ഇവിടെ പഴയന്നൂർ ഷാഡോസ്, അതിലൊരു മലബാർ പറഞ്ഞിട്ട് കട ഉണ്ട്. പിന്നെ അവിടെ അങ്ങനെ കുറച്ച് കടകളുണ്ട്. അങ്ങനെ അവിടത്തേക്കും വൈകിട്ട് ദിവസം വിളിക്കും. 11 മണിക്ക് വിളിക്കുമ്പോൾ അവർ പറയും ഇത്ര എണ്ണം പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പിറ്റേ ദിവസം മാവിടും. ഒരു സംരംഭക എന്ന നിലയിൽ കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്? ടെൻഷൻ ഉണ്ട്, എല്ലാത്തിനും ടെൻഷൻ തന്നെയാണ്. നമുക്ക് മാക്സിമം നന്നാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കുറവ് പറഞ്ഞാൽ നമ്മളത് ശരിയാക്കി കൊടുക്കാൻ നോക്കും. ചിലവരിന് മധുരം അങ്ങനെ എന്തെങ്കിലും നമ്മൾ അളവിന് തന്നെ എടുക്കുക, എന്നാലും പിന്നെ ഒന്ന് കുറയ്ക്കാനോ കൂട്ടാനോ അങ്ങനെ ആരും അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല.
പിന്നെ ഒരു ആദ്യത്തെയൊക്കെ തുടക്കത്തിൽ നമുക്കറിയില്ലല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, പിന്നെ ശരിയാവും. കേക്ക് എത്ര വെറൈറ്റി ഉണ്ടാക്കുമായിരുന്നു? ഏതൊക്കെ വെറൈറ്റി ഉണ്ടാക്കുമായിരുന്നു? എല്ലാ കേക്കും ഉണ്ടാക്കും. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, വാഞ്ചോ, ചോക്ലേറ്റ്, പിസ്ത, മാംഗോ, ഹണി കേക്ക്. എല്ലാവരും പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ സ്ഥിരമായി വാങ്ങുന്ന കുറച്ച് ഡോക്ടേഴ്സ് അതേപോലെ അവരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തതും. ഒരു ജയമ ഡോക്ടറുണ്ട്, ഇവിടുത്തെ ഷെരീഫ് ഡോക്ടർ വരെ ആയുർവേദത്തെ, അവരൊക്കെയാണ് എനിക്ക് നല്ലതാണ് ചെയ്യണം പറഞ്ഞിട്ട് പ്രോത്സാഹനം തന്നിട്ട് തന്നെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു 14 കടകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചേലക്കര മൊത്തം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വിധം കൊടുക്കുന്നത്. ഇവിടെ ലാവിഷ് പറഞ്ഞൊരു കട തുടങ്ങി, അവരാണ് ആദ്യമായിട്ട് നമുക്ക് ഓർഡർ തന്നത്. സബീസ് ഹോം മെയ്ഡ് കുബൂസ് കേക്ക്. ആദ്യം തുടങ്ങാനുണ്ടായ ആ സമയത്തുള്ള ഒരു ടെൻഷൻ എന്തായിരുന്നു? ടെൻഷൻ എന്ന് പറയാനൊന്നുമില്ല, നമുക്കൊക്കെ ഇൻട്രസ്റ്റ് അല്ല. എനിക്ക് കുക്കിങ്ങിനോട് പണ്ടേ ഒരു ഇൻട്രസ്റ്റ് ആണ്, അപ്പോൾ അതിൽ പിടിച്ചു. ശീലിച്ചത് ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യണതൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി. ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് 1-2 പേര്, അവർ ഇതിനൊക്കെയും ചെയ്യുന്ന ആൾക്കാരാണ്. റഫീഖ് പറഞ്ഞിട്ട് അവനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ അല്ല വിസിറ്റിങ്ങിന് പോയപ്പോൾ. ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. ഇപ്പം എല്ലാവരും നാട്ടിൽ തന്നെയാണ്. ബ്രദറുണ്ട്. ആളിപ്പോൾ മറ്റേ ലോക്ക്ഡൗൺ ആയപ്പോൾ കല്യാണം, അതിൻ്റെ സ്റ്റേജ്, ടേബിൾ സെറ്റിങ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ പിന്നെ ആൾക്കും ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ 1 വർഷമായിട്ട് പിന്നെ ഇതിൽ പിന്നെ എല്ലാവർക്കും രാവിലെ എണീറ്റാൽ വൈകുന്നേരം ആവണത് അറിയില്ല. നമ്മളിത് 2 മണിയാകുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കടകളിലും എത്തിക്കണ്ടേ. തൃശ്ശൂർ അത്താണി വരെ ഉണ്ട് സെലക്ട്. അങ്ങനെ വിപുലപ്പെടുത്താൻ പറഞ്ഞാൽ ഇപ്പോൾ പറയേണ്ട ഒരു 13 ലക്ഷത്തിൻ്റെ ഒരു ഓവൻ ഉണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പരത്തൊന്നും വേണ്ട, എല്ലാം അതിൽ തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇത് കുറച്ചൊന്നായിട്ട് ഇപ്പോൾ കടകൾ കുറച്ചും കൂടി പിടിച്ചിട്ട് അത് തുടങ്ങണം എന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളൂ. 1 ലക്ഷത്തിന് ഓവനും പിന്നെ ഇങ്ങനത്തെ ട്രേകൾക്ക് തന്നെ ഒരെണ്ണത്തിന് 300 രൂപയോളം വരുന്നുണ്ട്. ഒരു 100 അല്ല ഒരു 150 ട്രേയോളം വേണം. അപ്പം അങ്ങനെ ഇത് പിന്നെ മെഷീന് 50ൻ്റെ താഴെ ഉണ്ട് മാവ് കുഴക്കുന്ന മെഷീന്. ഇപ്പോൾ ഒരു 2-3 പേര്, പിന്നെ എൻ്റെ ഫാദറും മദറൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരും ഉരുളെടുക്കാനും. പിന്നെ ഹസ്ബൻഡും മക്കളും മോളും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 5-8 പേരുടെ വർക്ക് ഉണ്ട് ഒരു ദിവസം. അവർക്കൊരു വരുമാനമായി. നേരം പോക്ക് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പം എല്ലാവർക്കും ഒരു വരുമാനം. 2000ൻ്റെ താഴെ 3000ൻ്റെ താഴേക്ക് ആയിട്ട് ഇപ്പം നമുക്ക് 2000-ഓളം 2000-2500 അത്രേ വരുന്നത്. ഒരു 10,000 വേണമെന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റും എല്ലാം. അപ്പോൾ അതിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സബിതനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തൃശ്ശൂരിൽ നമ്മൾ ടൗൺ ഹാളിൽ വെച്ചിട്ട് സംരംഭക സംഗമത്തിലായിരുന്നു. അന്ന് കുറേ ആശയങ്ങളൊക്കെ സബിത പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കേക്കായിരുന്നല്ലോ കൂടുതലായിട്ട് പറഞ്ഞത്. എല്ലാത്തരം കേക്കും ഉണ്ടാക്കും. ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടിട്ടുണ്ട് സബിതേൻ്റെ കേക്കിന്, സബീസ് ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. ആ കേക്കിന് ഇപ്പോഴും ഓർഡർ കിട്ടാറുണ്ടോ? ആ അതെ. എന്തായാലും ഈ സംരംഭക സംഗമത്തിൽ കുറേ ആൾക്കാർ പങ്കെടുത്തു. കുറേ പേരൊക്കെ പറയുന്നത് കേട്ട് പോയി. നിങ്ങളെന്തായാലും സംരംഭം തുടങ്ങിയത് വിജയിപ്പിച്ചത് കണ്ടത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുബൂസ് നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റിയാണ്, ഫ്രഷ് ആയതുകൊണ്ടേ. അപ്പം ഇങ്ങനെ ധാരാളം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സബിതേനെ പ്രത്യേകിച്ചും സബിതേനെ കേക്ക് കൂടി കവർ ചെയ്യണം ഈ എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് തിരക്കിട്ട് വന്നതുകൊണ്ടും നിങ്ങളും തിരക്കിലായതുകൊണ്ട് കേക്ക് മറ്റൊരു ദിവസം നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ വേറെ വിഭവങ്ങളൊക്കെ ഉണ്ട്. അറേബ്യൻ ഫുഡ്സ് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ സബിതയ്ക്ക് അറിയാം. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തണം. പിന്നെ സബിതയെ പോലുള്ള ആളുകൾ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ
നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.